സ്ത്രീകൾ വളരെയധികം എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രസവം. വിവരക്കേട് ഒരു തെറ്റല്ല, ഉപദേശം നന്നാവും എന്നുള്ള പ്രതീക്ഷയില്ല. തേർഡ് ഇയറിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ലേബർ റൂമിൽ പോസ്റ്റിംഗ് കിട്ടുന്നത്. അതുവരെ പ്രസവത്തിന് എല്ലാവരും കാണുന്ന പോലെ തന്നെ വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. കർണാടകയിലെ ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലായിരുന്നു പോസ്റ്റിംഗ്. വലിയ ലേബർ റൂമാണ്, രണ്ട് സൈഡിലുമായിട്ട് ഒരു 10-20 ബെഡ് ഇട്ടിട്ടുണ്ടാവും. ഒരേ ടൈമിൽ തന്നെ ഒരുപാട് അമ്മമാർ ഈ ലേബർ പെയിനിലൂടെ പോയിക്കൊണ്ടിരിക്കും. ലേബർ റൂമിൽ നിൽക്കുന്ന അത്രയും മണിക്കൂർ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് വേദന സഹിക്കാൻ പറ്റാതെ അലറി കരയുന്ന ഈ അമ്മമാരുടെ സൗണ്ട് ആയിരിക്കും. അതിൽ കുറേ പേര് ബെഡിന്റെ സൈഡിലൊക്കെ തലയിട്ട് അടിക്കുകയാണ് വേദന സഹിക്കാൻ പറ്റായിട്ട്. കുറേ പേര് ബെഡിൽ നിന്ന് താഴെ ഇറങ്ങി കിടക്കും, വീണ്ടും ബെഡിൽ കയറി കിടക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അതിനിടയ്ക്ക് തന്നെ ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞ് എണീറ്റ് നടക്കുമ്പോഴേക്ക് ടോയ്ലറ്റിലേക്കുള്ള വഴിയിൽ വെച്ച് തന്നെ പ്രസവിച്ച് പോയിട്ടുള്ള സ്ത്രീകളൊക്കെ കണ്ടിട്ടുണ്ട്. ലേബർ റൂമിൽ എവിടെ നോക്കിയാലുള്ള ഈ ബ്ലഡും ഇവരുടെ കരച്ചിലും ഒക്കെ ആയിട്ട് നമ്മൾ ആ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഭയങ്കര ഹെവി ഹാർട്ടഡ് ആയിട്ട് അധികം പേര് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പോയി ഒന്ന് ഉറങ്ങാൻ വേണ്ടി കണ്ണടയ്ക്കുമ്പോഴും ഈ അമ്മമാരുടെ ഈ അലറിയുള്ള കരച്ചിലിന്റെ സൗണ്ടാണ് ചെവിയിലൊക്കെ മുഴങ്ങിക്കൊണ്ടിരുന്നത്. അധിക നഴ്സിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റുഡൻസിനും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. പോസ്റ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ അധിക സ്റ്റുഡൻസും ചെയ്തത് അതിന് തന്നെ അവരെ അമ്മയെ വിളിച്ച് കരഞ്ഞുകൊണ്ടൊരു നന്ദി പറയായിരുന്നു. കാരണം ഇത്രയും സ്ട്രഗിൾ അനുഭവിച്ചിട്ടാണല്ലോ ജന്മം തന്നത് എന്നുള്ളതിന്. ഡെലിവറിന്റെ ഇടയ്ക്ക് തന്നെ കുട്ടി പുറത്തേക്ക് വരാൻ വൈകൊക്കെ ആണെങ്കിൽ എപ്പിസിയോട്ടമി എന്ന് പറഞ്ഞിട്ട് പ്രൊസീജിയർ ചെയ്യും. അതായത് പ്രൈവറ്റ് പാർട്ടിൽ ഈ പച്ച ഇറച്ചിയിൽ സിസർ വെച്ച് കട്ട് ചെയ്ത് വലിയൊരു ഇൻസിഷൻ ഉണ്ടാക്കിയിട്ട് കുട്ടീനെ പുറത്തേക്ക് എടുക്കും. ഇതൊക്കെ കാണുമ്പോഴേക്കാണ് നമ്മൾ അന്ന് ആകെ കിളി പോയ അവസ്ഥയായിരുന്നു. ഈ പ്രസവം റിലേറ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് കാരണം എത്ര അമ്മമാരും കുട്ടികളുമാണ് ഓരോ വർഷം മരിച്ചു പോകുന്നതെന്ന് അറിയോ? ഈ സ്റ്റുഡന്റ് പീരിയഡിൽ തന്നെ കണ്ടിട്ടുള്ള ഒരു കേസായിരുന്നു. വളരെ യങ് ആയിട്ടുള്ള 23 വയസ്സായിട്ടുള്ള ഒരു സ്ത്രീ പോസ്റ്റ്മോർട്ടം ഹെമറേജ് കാരണം മരിച്ചു പോയത്. ഇപ്പോഴും ഓർക്കുന്നുണ്ട് അവരുടെ വീട്ടുകാർ അന്ന് ഇമോഷൻസ് ആയിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന സീനൊക്കെ. ഈ പറഞ്ഞതൊക്കെ ഡെലിവറിന്റെ സമയത്തുള്ള കാര്യങ്ങളാണ് കേട്ടോ. അതല്ലാതെ ഒരു പ്രഗ്നൻസി പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം തൊട്ട് തന്നെ ഒരുപാട് ചേഞ്ചസ് ബോഡിയിൽ ഉണ്ടാവുന്നുണ്ട്. ഫിസിക്കലായിട്ടും ഹോർമോണലായിട്ടും സൈക്കോളജിക്കലായിട്ടൊക്കെ ഉള്ള ചേഞ്ചസുമായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ട് തന്നെയാണ് ഓരോ സ്ത്രീകളും ഈ ഒരു പ്രഗ്നൻസി പീരീഡ് കംപ്ലീറ്റ് ചെയ്യുന്നത്. എന്തായാലും ഇതൊന്നും ഇങ്ങനെ ഒരു ചെറിയ വീഡിയോയിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ മാത്രമുള്ള കാര്യങ്ങളല്ല ഉള്ളത്. പിന്നെ ഇതേപോലെ ഞാൻ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്ക് അതിനെല്ലാം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളുമല്ല. പക്ഷേ സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാൾ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇത്തരത്തിലുള്ള ഒരു പൊട്ടത്തരം പറയുമ്പോഴേക്ക് കുറച്ച് പേരെങ്കിലും അത് ഫോളോ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കാതെ വീട്ടിൽ വെച്ച് തന്നെ ഡെലിവറി കണ്ടക്ട് ചെയ്തിട്ട് മരിച്ചു പോയിട്ടുള്ള കേസസ് കേരളത്തിൽ തന്നെ ഒരു 5-6 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അറിവില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഈ ഇന്റർവ്യൂലൊക്കെ വന്നിരുന്ന് സംസാരിക്കുമ്പോഴേക്ക് അത് നാളെ സൊസൈറ്റിയിൽ ഉണ്ടാക്കിയേക്കാവുന്ന ഇമ്പാക്റ്റിനെ കുറിച്ചും കൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും.